ഹായ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഫിലോഡൻഡോൺ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. സമ്മർ ഗ്ലോറിയാണ്. സമ്മർ ഗ്ലോറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോറിയസും സീബ്ര പോലെ തന്നെ ഏകദേശം അതുപോലെ ഇരിക്കുവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ലീഫ് എപ്പോഴും ഒരു റെഡിഷ് ആയിരിക്കും. ഈ ലീഫ് ഡാർക്ക് ലീഫിലേക്ക് പോകുമ്പോൾ ന്യൂ ലീവ്സ് വീണ്ടും വരും. അതും നല്ല റെഡ് കളറിലായിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ആ ഒരു മെച്ചർ സ്റ്റേജിലെത്തി. ഇതിനകത്തൊരു ലീഫ് കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, ക്യാമറ അടുത്തോട്ട് കൊണ്ടുവരും. കണ്ടോ, ഇതുപോലെ ന്യൂ ലീഫ് വരുന്ന സമയത്ത് ഇതുപോലെ റെഡിഷ് ആയിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മദർ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടി കാണാം. അപ്പം ഇതേ സമ്മർ ഗ്ലോറിയുടെ ഇത്രയും സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള. പ്ലാന്റ് സൈസ് വരുന്ന ഈ ഒരു സൈസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാം. ഷെയ്ഡ് ലവിങ് പ്ലാന്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സമ്മർ ഗ്ലോറി. അപ്പോൾ ഗെയ്സ്, നമ്മുടെ SP കൊളംബിയ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലെ പ്ലാന്റുകളാണ് നമ്മൾ ആദ്യം കുറച്ച് സെല്ല് ചെയ്തത്. അത് സെയിം സൈസ് തന്നെയാണ്. നല്ല ബുഷി ആയിട്ടുള്ള, അത്യാവശ്യം നമുക്കൊരു വലിയ ഒരു 8 ഇഞ്ച് പോട്ടിലോട്ടൊക്കെ മാറ്റിയാലും മദർ പ്ലാന്റ് ഒരു 6 മന്ത് കൊണ്ടൊക്കെ ഏകദേശം മദർ പ്ലാന്റ് ആകുന്ന സൈസിലുള്ളൊരു പ്ലാന്റാണ് SP കൊളംബിയോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സോട്ടിക് പ്ലാന്റ് ആണ് SP കൊളംബിയോ. ലീഫുകളുടെ സൈസ് വയ്ക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്.